കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒന്നാം പ്രതി ഡോക്ടർ MK റാം. MK റാമിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ കേസെടുത്തതു മുതൽ ആരോപണ വിധേയരായ അധ്യാപകർ ഡോക്ടർ MK റാമും സംഗീത നമ്പ്യാരും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചപ്പോൾ സംഗീത നമ്പ്യാർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ റാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇതിനു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ റാം ഒരുങ്ങുന്നത്. നിതിൻ രാജിനെതിരെ ജാതി അധിക്ഷേപമോ ജാതിയുടെ പേരിൽ അപമാനമോ നടന്നതായി തെളിവില്ലെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷകളിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ മോശം പെരുമാറ്റം ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ലോൺ ആപ്പുകാരുടെ ഭീഷണിയും പ്രിൻസിപ്പാളിന്റെ മുറിയിലെ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായ പരാതിയെക്കുറിച്ചുള്ള ഭയവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും വിധിയിലുണ്ട്. അതേസമയം നിതിൻ രാജിനെ കൂട്ടവിചാരണ ചെയ്യുമ്പോൾ പ്രിൻസിപ്പാളിന്റെ മുറിക്ക് സമീപം റാമിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ റാമിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി കോടതി റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.